അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിലെല്ലാം പല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ നടത്തുന്ന കുട്ടികളുണ്ട്. അത് വലിയ ക്ലാസ് ആയിക്കോട്ടെ, ചെറിയ ക്ലാസ് ആയിക്കോട്ടെ, ഏതായിരുന്നാലും ആ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നത് പ്രയോജനത്തിൽ വരാനും വിജ്ഞാനം കൊണ്ട് ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരാനും കിതാബുകളിൽ പറയുന്ന ഒരു ദിക്റാണ് ഇത്. ഇത് രണ്ട് ദിക്റാണ്. യാ അലീമുൽ ഹക്കീം എന്നുള്ളത്. അലീം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് അർത്ഥം. അലീം. ഹക്കീം എന്ന് പറഞ്ഞാലും യുക്തിമാൻ, അതായത് ഹിക്മത്ത് കൊണ്ട് അവൻ്റെ അറിവിനെ സമ്പാദിക്കുന്നവൻ. അപ്പൊ ഇത് രണ്ടും വളരെ പ്രയോജനകരമായിരിക്കുന്ന ഒരു ദിക്റാണ്. ഒരു ഓർമ്മ ശക്തി, ഒരു അത്യാവശ്യം ഒരു 5ാം ക്ലാസ് ഒക്കെ കഴിയുന്ന കുട്ടികളോട് ഒരു ദിവസം യാ അലീമുൽ ഹക്കീം എന്ന് മുടങ്ങാതെ 100 എണ്ണം വീതം ചെല്ലിച്ചാൽ അവര് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരും. സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ദിവസം പോലും മുടക്കരുത്. നമ്മുടെ സാന്നിധ്യത്തിലായിരിക്കണം അവരെ കൊണ്ട് അത് ചെല്ലിപ്പിക്കേണ്ടത്. അതുപോലെ കോളേജുകളിൽ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വളരെയേറെ പ്രയോജനകരമായിരിക്കുന്ന ഒരു ദിക്റാണ് യാ അലീമുൽ ഹക്കീം. ഇത് ഡെയിലി ചൊല്ലിക്കൊണ്ട് അവർ പഠനത്തിലേക്ക് തുടർന്നാൽ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ മുൻപന്തിയിലെത്താൻ കഴിയും. അതായത് അലീം എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഞാൻ സർവജ്ഞാനത്തിന്റെ ഉടമസ്ഥൻ. അത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാ സൂക്ഷ്മമായും കൃത്യമായും അറിയുന്നവനാണ് അള്ളാഹു. ഏതൊരു വസ്തുവിൻ്റെയും ബാഹ്യവും ആന്തരികവും സൂക്ഷ്മവും സ്ഥൂലവും സമാരംഭവും പര്യവസാനവും എല്ലാം അങ്ങേയറ്റം സുവ്യക്തമായും സമ്പൂർണമായും അവൻ അറിയും. ജ്ഞാനം എന്നത് അള്ളാഹുവിൻ്റെ അനാദിയായ ഒരു വിശേഷണമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ജ്ഞാനവും സൃഷ്ടിപ്രപഞ്ചങ്ങളെ സംബന്ധിച്ച് ജ്ഞാനവും ഒന്ന് തന്നെയാണ്. അള്ളാഹുവിനെ തന്നെ സംബന്ധിച്ചുള്ള ജ്ഞാനവും സൃഷ്ടിപ്രപഞ്ചങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനവും ഒന്ന് തന്നെയാണ്. അപ്പം ആരെങ്കിലും സവിശേഷമായ അറിവ് ലഭിക്കാനും പാപങ്ങൾ പുറത്തു കിട്ടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നാമം പതിവായി ചൊല്ലുക. ഇതിന് നിശ്ചിത എണ്ണം കുറെ മാസം, നിശ്ചിതം എണ്ണം അന്ന് അവിടെ പറഞ്ഞത് അക്ഷരസംഖ്യയുടെ എണ്ണമാണ്. അതായത് അലീം എന്ന് പറയുന്ന അക്ഷരസംഖ്യ 150 ഇത് നമ്മൾ ആ ഭാഗം ദിവസം മുടങ്ങാതെ ഒരു 100 എണ്ണം വീതം മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായ നിലയിൽ അവരുടെ പഠനം ചെന്നെത്തും. ഈ നാമം പതിവായി ചൊല്ലുക. ഇത് നിശ്ചിത എണ്ണം കുറെ മാസം പതിവാക്കി ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു ഉറക്കത്തിൽ തത്വരഹസ്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. സൂക്ഷ്മമായ ഇൽമുകളുടെ മറ നീങ്ങിക്കിട്ടും. സകല ജീവജാലങ്ങളും അയാളെ അനുസരിക്കും. ആപത്തുകളൊന്നും ഏൽക്കുകയോ വിഷമം ബാധിക്കുകയോ ചെയ്യുന്നതല്ല. ലോകത്തയാൾക്ക് പല സ്വാധീനങ്ങളും ഉണ്ടാകും. ഇത് പരമാത്മാവിൽ നിന്നും ജിബിരിയിലുമായി ബന്ധപ്പെട്ട ആത്മാവിൽ നിന്നുമുള്ള ദാനദർപ്പണമാണ്. വല്ലവനും നിസ്കാരശേഷം യാ അലീം എന്ന് 100 പ്രാവശ്യം പതിവായി ചൊല്ലി വന്നാൽ അയാളെ കശ്ഫ് ഉടയവരിൽ ഉൾപ്പെടും. അദൃശ്യമായ വല്ല കാര്യം അറിയാൻ ഉദ്ദേശിച്ചാൽ യാ അലീമു യാ അലീം അൽ ഗൈബ് എന്ന ദിക്റിനെ 100 തവണ ഓതി ഉറങ്ങിയാൽ അയാൾ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു സ്വപ്നത്തിൽ അറിയിച്ചു കൊടുക്കും. നമ്മൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല, ഒരുപാട് പറയാനുള്ളതാണിത്.
ഈ നാമം പതിവായി ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സവിശേഷമായ അറിവ് ലഭിക്കും. അവനെ വിജ്ഞാനത്തിൻ്റെ സോപാനത്തിലേക്ക് ഉയർത്തപ്പെടും. ഒരു വലിയ മഹാന്റെ അടുക്കൽ ചെന്ന് ഇൽമു പഠിക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തഅല്ലിമായ കാലത്താണ് സംഭവം നടക്കുന്നത്. ഒരു മുത്തഅല്ലിമും അയാളുടെ മുത്തഅല്ലിമായ കാലത്ത് ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, സദാസമയവും യാ അലീം എന്ന് ചൊല്ലുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് വേറെ 2 ദിക്റാണത്. ഹക്കീം എന്നുള്ളൊരു ദിക്റുണ്ട്. ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ ഹിക്മത്ത് കൊണ്ട് ഇൽമിന് സമ്പാദിക്കാം. അപ്പൊ ഈ ഹിക്മത്ത് ഉണ്ടെങ്കിലും എന്താകും, ഇൽമ് കരസ്ഥമാക്കാൻ പറ്റും. അപ്പം അലീമുൽ ഹക്കീം എന്ന് ചേർത്ത് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു ഇസ്മാണ് ഹക്കീം. യുക്തിജ്ഞൻ, യുക്തിപൂർവം പ്രവർത്തിക്കുന്നവൻ, തത്വജ്ഞാനി, ഏറെ യുക്തിയുള്ളവൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. ഹിക്മത്ത് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഈ ഇസ്മിന്റെ ഉത്ഭവം. ഏറ്റവും മഹത്തായ ജ്ഞാനമാണ് ഹിക്മത്ത്. ഏറ്റവും മഹത്വവും ശ്രേഷ്ഠവുമായ വിഷയം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അവനെ മനസ്സിലാക്കിയവനാണ് ഹക്കീം. എന്നാൽ അവന്റെ യാഥാർത്ഥ്യത്തെയും രഹസ്യത്തെയും കുറിച്ച് അവനല്ലാതെ മറ്റാർക്കും അറിയില്ല. അതിനാൽ അള്ളാഹു മാത്രമാണ് ഹക്കീം ഹക്കീം എന്ന് പറയുന്നത്. തത്വജ്ഞാനവും ഹിക്മത്തും ഹൃദയത്തിൽ ഉറച്ചു വരാനും ഇരുളകന്ന് പൊരുളിന്റെ ചുരുൾ നിവർന്നു വരാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ബുധനാഴ്ച, അതായത് എല്ലാ ദിവസവും ഈ ദിക്റിന് 100, അതായത് അലീമുൽ ഹക്കീം എന്ന് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ 2 ദിക്റും അതിനകത്ത് ഉൾപ്പെട്ടത് കൊണ്ട് 100 പ്രാവശ്യം 2 കൂടി ഇങ്ങനെ ചൊല്ലിയാൽ മതി. എങ്ങനെ? അലീമുൽ ഹക്കീം. പിന്നെ പ്രയാസമില്ലാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ തൗഹീദിന്റെ വചനം കൂടി ചേർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായ പ്രതിഫലമുള്ളതാണ്. ഇത് നമ്മൾ ദുനിയാവിൽ കിട്ടുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഇത്ര ഇരട്ടി ആഖിറത്തിൽ വേറെ കിട്ടും അതിൻ്റെ സവാബുകൾ. അപ്പോൾ ആരും കഴിവിൻ്റെ പരമാവധി മക്കൾക്ക് ഇത് പഠിപ്പിക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നതമായ സ്ഥാനത്ത് ചെന്നെത്താൻ കഴിയും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ബുദ്ധിയുള്ളവർക്കും അത് മനസ്സിലാക്കുന്നവർക്കും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുന്നവർക്കും അത് ഒരു പ്രയാസമില്ല. എൻ്റെ മിനിറ്റ് പറയാനാണ് കറക്റ്റ് 4 മിനിറ്റ് മതി. 4 വേണ്ട, 3.5 മിനിറ്റ് മതി. കഷ്ടിച്ച് 3.5 മിനിറ്റ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹക്കീം എന്ന് ചൊല്ലിയാണെങ്കിൽ കറക്റ്റ് 3.5 മിനിറ്റ്. ഈ യാ അലീമു യാ ഹക്കീം എന്ന് മാത്രം ചൊല്ലിയാണെങ്കിൽ 3 മിനിറ്റ് തികച്ചു വേണ്ട. ഇത്രയും വേണ്ടി ടൈം ആ സമയം കണ്ടെത്തി ചൊല്ലുമ്പോൾ അത് ഹൃദയത്തിൽ അത് വരുത്തിക്കൊണ്ട് വേണം ചെല്ലേണ്ടത്. അതായത് ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം, അതുപോലെ വൃത്തി ഉണ്ടാകണം. അങ്ങനെയൊക്കെ ചൊല്ലിക്കഴിഞ്ഞിരുന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് കബൂലാക്കുകയും അതിൻ്റെ ശരിയായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. മക്കളെ ഇത് പഠിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.